എന്താ സാറേ ഡയറക്ടർ ആകാൻ ചാൻസ് കിട്ടാതെ കൊണ്ട് ഇവിടെ വന്ന് ചേരാൻ തീരുമാനിച്ചാ? എടാ എന്റെ സ്ഥാനത്ത് നീ വന്ന് കേറാന്ന് വിചാരിച്ചല്ലേ? പിന്നെന്തിനാ സാർ ഇവിടെ വന്ന്? എടാ അനാഥ പിള്ളേരുടെ ആക്ടിവിറ്റീസ് സീക്രട്ട് ആയി ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നാടാ. സാറേ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്ത് അകത്തെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാലോ? വേണ്ടാത്തൊന്നും പറയണ്ട. ചെറിയ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യു ജസ്റ്റ് ഫോളോ മീ. ആക്ഷൻ. എടാ നീ ഇതൊന്ന് വന്ന് നോക്കിയേ. അനാഥ കുട്ടികളുടെ ആശ്രമം എത്ര ഭംഗിയായ വെച്ചിരിക്കുന്നെന്ന്. ആഹാ, ഇങ്ങോട്ട് നോക്ക്. ഷൂട്ട് ചെയ്യ. ഒരു ചെറിയ കുട്ടി ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കടാ. ഇനി അങ്ങോട്ട് പാൻ ചെയ്യ. വാവ്, ബ്യൂട്ടിഫുൾ ലെഗ്സ്. അങ്ങനെ ടിൽ ചെയ്യ. ആ അങ്ങനെ തന്നെ. എന്റെ ദൈവമേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫേസ്. എടാ എന്റെ ഇടതുഭാഗത്ത് ഹൃദയം വേദനിക്കാൻ തുടങ്ങിയടാ. വയസ്സായില്ലേ സാർ, അതൊക്കെ ഉണ്ടാവുന്നേ. എടാ ഈ ചെമ്പകപ്പൂവിന്റെ ഒപ്പം ചേരാൻ ഒരു മുല്ലപ്പൂ റെഡിയായിരിക്കടാ. അവള് മുല്ലപ്പൂവാണ്, പക്ഷെ നിങ്ങൾ ഉണങ്ങിപ്പോയാലേ. നീ പറയുന്നൊക്കെ ഞാൻ കേട്ടു. മര്യാദക്ക് ഫോക്കസ് ചെയ്യ. ഇനി നേരെ മുകളിലേക്ക് കൊണ്ടുപോ. ആരാ നിങ്ങള്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചെമ്പകാക്ഷൻ, സിനിമാ ഡയറക്ടറാ. ഇവൻ എന്റെ സ്വന്തം അസിസ്റ്റന്റ്. ഡയറക്ടർ ആണെങ്കിൽ താടി ഉണ്ടാകണ്ടേ? എന്റെ ഡാഡിക്ക് താടി ഇഷ്ടമല്ല, അതുകൊണ്ടാ ഞാൻ താടി വെക്കാത്തെ. നീ ഇപ്പൊ ഇരുന്ന് പഠിക്ക്. അറിയില്ല. ഹലോ, ഇവക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നാ ചോദിക്കുന്നത്? സോറി ട്ടോ. ഈ കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നതാ. അത് പിന്നെ ഒന്നും മനസ്സിലായില്ല. എന്താ പറയണെന്ന് പറഞ്ഞ വളരെ സൗകര്യമായിരുന്നു. എന്താ പറയുന്നേ? നിങ്ങളെ പോലത്തെ ആളുകൾ ഇവിടെ വന്നിട്ട് അമ്മ എവിടെ, അച്ഛൻ എവിടെ എന്നൊരു 1000 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോയി കളയും. എന്നിട്ട് കുട്ടികൾ അത് ഓർത്ത് വിഷമിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരല്ലേ ഞങ്ങള്. എന്താ നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളതായിരിക്കണം, അല്ലാതെ അത് ഉപദ്രവമാവരുത്. ഞങ്ങൾ അവർക്ക് എന്റർടൈൻമെന്റാ കൊടുക്കുന്നേ. സോറി സിസ്റ്റർ, നിങ്ങൾ ദേഷ്യത്തിലാന്നാ തോന്നുന്നത്. ഞങ്ങൾ ഇറങ്ങാം. ബായ്. എവിടെ നോക്കി നിൽക്കടാ. എന്നാ ഞങ്ങളങ്ങോട്ട്. രാഹുകാലത്താ വന്ന. ആ ഇങ്ങോട്ട് നോക്കുമോളെ. അകത്ത് കണ്ണാടിയിട്ടുള്ള ചേച്ചിയുടെ പേരെന്താ? ആ വാണി. അവള് വാണി, ഞാൻ ചെമ്പകാക്ഷൻ. ഞങ്ങള് തമ്മിൽ ചേർന്നാ. പിന്നെന്താ, ചേർന്ന് കഴിഞ്ഞ കാര്യം പോകാ. എടാ നിന്റെ മൈൻഡ് വോയിസ് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. നടക്കടാ. ജയിലർ വരാൻ പറഞ്ഞില്ലേ? സമയായി, നമുക്ക് പോവാം. സ്പോട്ട് എത്തിക്കഴിഞ്ഞു. സാറേ, നമ്മൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നേ? ഇവിടെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഫുഡ് തരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ചാൻസ് കിട്ടാതെ ഒരു പട്ടിയെ പോലെ, അല്ല സാർ, ഒരു പട്ടി ജോയിൻ ചെയ്യാൻ ട്രൗസറ്. ഞാനിപ്പോ റൊമാൻറ്റിക് മൂഡിലായതുകൊണ്ട് നിന്റെ പഞ്ചക്ക റോസാപ്പ് പോലെ എനിക്ക് തോന്നുന്നേ. ഇങ്ങോട്ട് വാടാ. ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ. ഇവിടെ തന്നെ. ആ അത് നോക്ക, അത് നോക്ക. വാണി. സാറേ, എന്താ സാർ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? ആ ഫിഗറിന് വേണ്ടിയാണോ ഭക്ഷണത്തിന് വേണ്ടിയാണോ ഒരു പിടിയില്ല. കണ്ടോടാ എന്റെ വാണി, സൈഡിൽ നിന്ന് നോക്കുമ്പോ പൈനാപ്പിൾ പോലെയുണ്ട്. ഫ്രണ്ട് ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോലെയുണ്ട് സാർ. അല്ല, പാവയ്ക്ക പോലെ, വെണ്ടയ്ക്ക പോലെയുണ്ട് സാർ. നിന്നെ കൊണ്ട് സാമ്പാർ വെക്കാനടാ പറ്റൂ. പൈനാപ്പിൾ പോലെയാടാ എന്റെ ആള്. പറയാ മത്തങ്ങ പോലെ ദൃഷ്ടി ചുറ്റിട്ട് നിന്റെ തലയിലെറിഞ്ഞ് പൊട്ടിക്ക. ഇപ്പൊ ശരിക്കും പപ്പാളിപ്പഴം പോലെയുണ്ട്. ഇങ്ങോട്ട് നോക്കൂ വാണി. ഹായ്. എക്സ്ക്യൂസ് മീ സർ. വാണി, കണ്ടോടാ എന്റെ വാണിയെ. ഹലോ സർ. ഹായ് സർ. നിങ്ങളുടെ ഓർഡർ എന്തൊക്കെയാണെന്ന് പറഞ്ഞോളൂ സർ. എനിക്ക് വേണ്ടത് നിന്നെയാ. ഐ ലവ് യു. സർ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ഓർഡർ ചെയ്തോളൂ. എടാ കണ്ടോ, അവൾ എന്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തിട്ട് പുറത്താരും അറിയണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയാ മാനേജ് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലടാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലായി സാർ. സാർ, നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കവർ ചെയ്ത്. ഗുഡ് ഐഡിയ. എനിക്ക് 2 ബിരിയാണി, 1/2 ലിറ്റർ തംസപ്പ്. ഓക്കെ സർ. ഇതെന്താ തൈരും ചോറോ? ഹാവ് എ ഗുഡ് ഡേ സർ. എന്താ സാറേ ഇത്? ബിരിയാണിയും തംസപ്പും ഓർഡർ ചെയ്താല് ഇവിടെ തൈരും ചോറും ചായയും കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. എടാ തവളേശ്വരാ, നീ കണ്ടില്ലേ വാണിക്ക് എന്നോട് എത്ര ഇഷ്ടമാണ്. വെയിൽ സമയത്ത് ഞാൻ ബിരിയാണി കഴിച്ച് ഹീറ്റ് ആവണ്ടെന്ന് വെച്ച് എപ്പോഴും ഞാൻ കൂൾ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് തൈരും ചോറ് കൊണ്ടുവന്നിരിക്കടാ. ചായ എന്തിനാ സാർ? വല്ലാതെ കൂളാവണ്ടെന്ന് വെച്ച് ചൂടുള്ള ഒരു ചായ. എന്തൊരു സ്നേഹോടാ.
സാറേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തവളേശ്വര, സ്വാമി, സ്നേഹത്തിനിടയ്ക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല, വിശ്വാസം മാത്രം ഉണ്ടായിരിക്കാൻ പാടൂ. നീ എന്റെ വാക്ക് കേട്ടെ തൈരും ചോറിൽ ചായ ഒഴിച്ച് ഇത് പ്രണയത്തിന്റെ പ്രസാദം എന്ന് വെച്ച് കഴിച്ചോളൂ. അങ്ങനെ എവിടെ സ്വാമി? ഇയാൾക്ക് എന്തു പറ്റി? ഇയാളുടെ പ്രേമം കാരണം ഞാൻ ചാവുന്ന തോന്നുന്നേ. തവളെ സ്വാമി, എന്റെ വാണി എവിടെടാ? അവള് പുറകുവശത്ത് കൂടെ പോയി 1/2 മണിക്കൂറായി സ്വാമി. ആ, അവള് പോയി എന്ന് അറിഞ്ഞിട്ടും എന്നോട് പറയാതെ നീ ഇവിടെ ഇരുന്ന് തൈരും ചോറിൽ ചായ ഒഴിച്ച് കഴിക്കുകയാണല്ലേ? അപ്പൊ നീ വിചാരിച്ചു ഞാനൊരു പ്രാന്തനാണെന്നല്ലേ? ഇന്ന പിടിച്ചോ, പിടിക്കടോ. നല്ലതാണെങ്കിൽ ജനങ്ങളോട് പറയൂ, അല്ലെങ്കിൽ എന്നോട് പറയൂ. ഇത് വളരെ പഴയ കോൺസെപ്റ്റ്. ഇതിന്റെ ഓണർ ആരാ? ഞാനാണ് സാറേ. താൻ ഓൾഡ് ആണല്ലോ. സാറേ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയൂ. ഇവിടെ എന്തൊക്കെ ഐറ്റംസാ ഉള്ളത്? അവിടെ ബോർഡ് ഉണ്ട് സാർ, ഇവിടെ മെനു ഉണ്ട്. സാറിന് എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം. ആഹാ, അവിടെ ഇവിടെ എവിടെ? റൈമിങ് തന്നെ ഒരു പഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഈ പഞ്ചൊന്നും പോലീസിന്റെ അടുത്ത് കണ്ട, ഒക്കെ എടുത്ത് ലോക്കപ്പിലിടും. തന്റെ അടുത്ത് 2000 രൂപയുടെ നോട്ടുണ്ടോ? ഉണ്ട് സാറേ. ഒരു മിനിറ്റ് സാർ. ഇതാ സാറേ. നോക്കടാ. സാർ, കാണാൻ ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് പോലെയുണ്ട്. സാറേ ഇതൊക്കെ ഒറിജിനൽ നോട്ടുകളാ സാർ. ഇത് കള്ളനോട്ട് തന്നെ. പേപ്പറിന് കട്ടി കുറവാണ്, ചക്രം പാതിയേ ഉള്ളൂ, ഗാന്ധിജിയുടെ സ്മൈലിംഗ് ചെറുതാണ്. കണ്ണാടി പോലും കറക്റ്റ് അല്ല. ഇത് കള്ളനോട്ടാണെന്ന് കൺഫേം ആണ്. സാറേ ഇത് ഒറിജിനൽ നോട്ടാ സാർ. ഇവൻ സംസാരിക്കുന്നത് കാണുമ്പോ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടിന്റെ നേതാവിനെ പോലെയുണ്ട് സാർ. സാറേ ഇത് കസ്റ്റമർ തന്ന നോട്ടാ സാർ. എന്റെ മേലെ ഒരു തെറ്റുമില്ല, എന്നോട് ക്ഷമിക്കണേ സാർ. ആര് തന്നു എന്നുള്ളത് ഇവിടെ മുഖ്യമല്ല, ആരുടെ കയ്യിലാണുള്ളത് അവനെ പിടിച്ചാണ് അകത്തിടുക. സാർ, ഇവന്റെ ആക്ടിങ് കാണുമ്പോ ഇവിടുത്തെ ബിരിയാണിയിൽ സംശയം തോന്നുന്നുണ്ട് സാർ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതും കറക്റ്റ് ആണല്ലോ. ഇപ്പോ പല ഹോട്ടലിലും കോഴിക്കോ ആടിനൊക്കെ പകരമായിട്ട് കാക്കയും നായയൊക്കെ കറി വെക്കുന്നുണ്ടെന്നാണ് പബ്ലിക് ടോക്ക്. സാർ എന്റെ ബിരിയാണിക്ക് ഹൈദരാബാദ് നല്ല പേരാ സാർ. വേണമെങ്കിൽ സാമ്പിൾ കൊണ്ടുവരാൻ പറ. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ സാർ. ടേസ്റ്റ് നോക്കിയിട്ടല്ല, ലാബിലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. As you like, sir. ഞാൻ ദുർഗാറാമേ. സർ പറയൂ സർ. 2 ചിക്കൻ ബിരിയാണി പാർസൽ ചെയ്യേ. ആൺകോഴിയാണോ പെൺകോഴിയാണോ സർ? രണ്ടും എടുത്തോളൂ. ഈ ഹോട്ടലിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം പാർസൽ ചെയ്തേക്കെ, വിത്ത് ബ്രെയിൻ ഫ്രൈ. സർ ബ്രെയിൻ ഫ്രൈ ഒഴിച്ച് ഞങ്ങളുടെ കടയിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ എപ്പോ തന്നെ കൊണ്ടുവരാം സർ. അതെന്താ? സർ ഞങ്ങളുടെ ഓണറിന് ബ്രെയിൻ ഒട്ടുമില്ല, അതുകൊണ്ട് ആ ഡിഷ് ഞങ്ങളുടെ ഹോട്ടലിൽ വെക്കാറില്ല സർ. നീ ആള് കൊള്ളാലോ, പെട്ടെന്ന് തന്നെ ഓണർ ആവും. താങ്ക് യു പോയി സർ. എടുത്തോണ്ട് വാ. എടാ ചക്ക വേഗം കൊണ്ടുവാ. അത് മിനിമം 2 കാരിയറെങ്കിലും ഉണ്ടാവണം. വേഗം ഓക്കേ, പോടാ. സർ. ഒന്ന് വേഗം. സാറേ ഇങ്ങോട്ട് വാ, വേഗം വാ. ഇതാ വാങ്ങിച്ചോളൂ സർ. ഇതാ സാറേ. ലാബ് റിപ്പോർട്ട് വന്നതിന് ശേഷം അറിയാം ഇനി താൻ ഹോട്ടലിലാണോ ജയിലിലാണോ എന്ന്. ഇനി 2000 രൂപയുടെ നോട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കണം, കേട്ടല്ലോ. താങ്ക് യു സാർ, താങ്ക് യു. സാറേ ഫുഡ് ടേസ്റ്റ് ആയിരുന്നു. നന്നായിരുന്നു. ഇന്ന പൈസ. സാറേ ഇത് കള്ളനോട്ടാ, ഇത് പോവില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സാറേ ഒറിജിനൽ 2000 രൂപയുടെ നോട്ടില് ഗാന്ധിജിയുടെ കണ്ണാടി നേരെ ഉണ്ടാകും. ഡ്യൂപ്ലിക്കേറ്റ് നോട്ടില് അത് ചാഞ്ഞിട്ടുണ്ടാവും. ഇത് കള്ളനോട്ടാ. എന്നാരാ പറഞ്ഞത്? ഇപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ വന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന കള്ളനോട്ട് എല്ലാം കൊണ്ടുപോയി. എന്നെ രക്ഷിച്ച ദൈവം അദ്ദേഹം. അയാള് ദൈവമൊന്നുമല്ല, കള്ളനായിരിക്കും. നിങ്ങൾ എന്ത് വെച്ചാ ഇങ്ങനെ ഞാൻ പറയുന്നത്? ബാങ്ക് മാനേജറാണോ? 500 രൂപ നോട്ടില് 200 രൂപ നോട്ടില് 100 രൂപ നോട്ടില് കണ്ണാടി നേരെ ആയിരിക്കും, പക്ഷേ 2000 രൂപ നോട്ടില് കണ്ണാടി ചരിഞ്ഞിരിക്കും. എല്ലാം പോയി. 2 കാരിയർ പോയി. 2000 രൂപ. ഇന്ന് എങ്ങനെയെങ്കിലും എന്റെ ലവ് പ്രപ്പോസ് ചെയ്തേ പറ്റൂ. ഓക്കെ സാർ. എടാ നീ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഏടകൂടായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. സാർ, നിങ്ങൾ അവരെ കാണാൻ എത്ര കഷ്ടപ്പെടുന്നു കണ്ണുകൊണ്ട് കണ്ടിട്ടും ഞാൻ എങ്ങനെയാ പ്ലാൻ ചെയ്യാ സാർ? വരൂ സാർ, നമുക്ക് ചെന്ന് പ്രണയത്തെ കുറിച്ച് പറയാം. നമ്മുടെ പ്രണയമല്ലടാ, എന്റെ പ്രണയത്തെ കുറിച്ച്. ഇവിടെ എന്താ അന്നദാനാണോ കൊടുക്കുന്നത്? നമ്മുടെ രണ്ടുപേരും ചേർന്നിരുന്ന് കഴിക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞോളാം. ഓക്കെ, നിങ്ങളുടെ പ്രണയം നിങ്ങൾ തന്നെ പോയി പറയൂ സാർ. വരൂ സാർ, നമുക്ക് ആദ്യം അകത്തേക്ക് പോകാം. വാണി എന്റെ ലൗലി, എവിടെടാ എന്റെ വാണി? എവിടെ എവിടെ? ദേ അവിടെ. എന്റെ പേര് ചെമ്പകാക്ഷൻ, നിന്റെ പേര് വാണി. നമ്മൾ രണ്ടുപേരും ചേർന്ന കളർഫുൾ ആയ ഒരു ഹോളി. സിമ്പിൾ ആയിട്ട് ഞാൻ നിന്നെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി കെട്ടിക്കോളാം ഒരു താലി. ഐ ലവ് യു എന്ന് പറയൂ വാണി. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കേക്കില്ല. വാണി, അന്ന് നീ റെസ്റ്റോറന്റ് എന്ന് ഓക്കെ പറഞ്ഞു, നന്നായി ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഒന്നും കേക്കില്ല എന്ന് പറയുന്നു. മര്യാദക്ക് ഐ ടു ലവ് യു പറയാ.
കാത് കേൾക്കില്ല. നിനക്ക് ചെവി കേക്കില്ലേ? ആ ഞാൻ ആദ്യം മുതലേ നിങ്ങളോടത് പറയാൻ ശ്രമിക്കുമായിരുന്നു, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ല. എനിക്ക് അപ്പോഴേ ഡൗട്ട് തോന്നി, ഇപ്പോഴാ ഡൗട്ട് ക്ലിയർ ആയത്. എടോ, തൈരും ചോറിൽ ചായ ഒഴിച്ച് കഴിക്കുമ്പോ തന്നെ എന്നോട് പറയേണ്ടതല്ലായിരുന്നു. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. പ്രണയത്തിന്റെ തന്നെ ചെവിയൊക്കെ. ഐ ലവ് യു. അയാൾ നിന്നെ സ്നേഹിക്കുന്നു, കണ്ടിട്ട് നല്ലവനാണെന്നാ തോന്നുന്നേ. ഇയാളെ നീ കല്യാണം കഴിച്ചാൽ നിനക്കൊരു നല്ല ജീവിതം കിട്ടും. ഇയാളുടെ പ്രണയം സ്വീകരിക്കുവാണി. എനിക്ക് ഈ പ്രേമൊന്നും വേണ്ട. എനിക്ക് ഒരിക്കലും നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. കുട്ടിക്കാലം തൊട്ട് നമ്മള് ഒരുമിച്ചല്ല വളർന്നത്. ഇപ്പൊ ഇത്രയൊക്കെ ആയിട്ട് എനിക്ക് നിന്നെ വിട്ടിട്ട് പോവാൻ പറ്റില്ല. ഗീതയും മാനിയും പിരിയാണെങ്കിൽ അതെന്റെ ജീവൻ ഇല്ലാണ്ടാകുമ്പോഴാ. ഇതുപോലത്തെ ലവ് കാരണമൊന്നുമല്ല. എന്താടി ഈ സ്ഥലം കാലി ഞാൻ പറഞ്ഞ നീ കേക്കില്ല അല്ലേ? നിനക്ക് അത്ര അഹങ്കാരായോ? ഈ സ്ഥലം ഞങ്ങളുടെയാ. ഇതാ അതിന്റെ ഡോക്യുമെന്റ്സ്. നിനക്ക് 2 ദിവസം സമയം തരാം. ഈ കുട്ടികളും സാധനങ്ങളും ഇനി ഇവിടെ കണ്ടുപോരുത്. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എല്ലാരും കഴുത്ത് പിടിച്ച് പുറത്താക്കും. ഞങ്ങളുടെ ജീവൻ ഇല്ലാണ്ടായാലും ഈ സ്ഥലം വിട്ട് ഞങ്ങൾ പോവില്ല. കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ തട്ടിയാലേ ഈ സ്ഥലം കാലിയാവും. നിങ്ങളെന്താ ഈ വാണിക്ക് ആരുമില്ലെന്ന് വിചാരിച്ചോ? ഞാനുണ്ട് ഇവിടെ. സാറേ സംസാരിച്ച പോരാ, മുന്നോട്ട് ചെന്ന് കാണിക്കുന്നേ. ആദ്യം പോന്നേ. അത് വേണോ? വേണമെന്നേ. ആ, ഇവരുടെ കൂടെ ഇപ്പൊ ഞാനുണ്ട്. എന്നെ മറികടന്ന് ആർക്കെങ്കിലും പോവാൻ പറ്റണെങ്കിൽ പോയിക്കോ. ഇവന്റെ ഒക്കെ ഗെറ്റപ്പ് കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ഇപ്പൊ വേണ്ട, വിട്ടേക്കാം. ഇവര് കാലി ചെയ്തില്ലെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. വാടാ. ശരിയെണ്ണ. ഒരു പ്രാവശ്യെങ്കിലും വീടിന്റെ ഓണർ ഒന്ന് പോയി കാണാ. ടേക്ക് കെയർ. അയ്യോ, വണ്ടി ഓഫ് ആവാൻ പോവാൻ തോന്നുന്നു. പെട്രോൾ ഉണ്ടോന്ന് അറിയില്ല. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുംബൈയിൽ നല്ല ജോലി വിട്ടേച്ച് ഈ നാട്ടിൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്ര ആളെ പറ്റിക്കുക സർ? നമുക്ക് എപ്പോഴാ ജോലി കിട്ടുക? നമ്മൾ വന്ന ജോലി തീർന്നാൽ നമ്മൾ നോക്കുന്ന ജോലി നമുക്ക് കിട്ടും. എപ്പോഴും ഇതല്ലേ പറയാ. ഇന്ന് നിന്റെ വിശപ്പ് മാറ്റാനായിട്ട് നമുക്കൊരു ബലിയാടിനെ കെട്ടിയിട്ടുണ്ട്. വാ. ഡേ, നീ 1 മാസമായിട്ട് ഡെയിലി റോസാപ്പൂവും പിടിച്ചോണ്ട് അവളെ നോക്കി വെള്ളം ഇറക്കൊണ്ടിരിക്കുന്നു. നിന്റെ ഈ സൈറ്റ് അടിക്ക് ഒരു എൻ കാർഡ് കൊടുത്തോണ്ട് ഈ പൂ അവിടെ കൊടുത്തിട്ട് ഐ ലവ് യു എന്ന് പറ. എന്തോന്നാലും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരാ സാർ? ഞാൻ ആരാണെങ്കിൽ നിനക്കെന്താ? നീ പോയി ഐ ലവ് യു പറ, ഞാൻ നോക്കിക്കോളാന്നേ. സത്യമാണ് സാർ. ചെല്ല്. ഐ ലവ് യു. ഐ ലവ് യു നീ ടു. ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. നീ എപ്പോഴാ പറയാന്ന് കാത്തിരിക്കായിരുന്നു. നിന്നെ എത്ര ഇഷ്ടമാണെന്ന് അറിയൂ സാർ. വർക്കൗട്ടായി സാർ. എന്തിനാ സാർ അടിച്ച? എന്റെ കൺമുന്നിൽ വെച്ചൊരു പെണ്ണെ കരയിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ പെണ്ണുങ്ങളെ നിൽക്കാൻ അനുവദിക്കില്ലേ? എന്നെ അടിക്കാൻ നിങ്ങൾ ആരാ സാർ? മുംബൈ പോലീസ്. മുംബൈ പോലീസാ? Yeah. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസല്ലേ വരണ്ടേ? നിങ്ങൾ എന്തിനാ വേറെ സ്റ്റേറ്റ് വിട്ട് വരുന്നേ? നിനക്ക് ലോജിക്ക് വേണോ പെണ്ണെ വേണോ? എനിക്ക് പെണ്ണുണ്ട്. എത്ര ഉണ്ട് കയ്യില്? 1000. എടുക്ക്. ഇന്നാ ഏതെങ്കിലും ഒരു പാർക്കിൽ പോയിട്ട് ഐസ്ക്രീമോ കടലയോ വാങ്ങിച്ചോണ്ട് ഒരേ ബെഞ്ചിൽ ഇരുന്നോണ്ട് സമാധാനമായിട്ട് കഴിക്കാം. 200 രൂപ നിങ്ങൾ എന്നെ വെച്ചാളൂ, ഞങ്ങൾ നടന്നു നോക്കിയാൽ. വെരി ഗുഡ്. ലവ് ഈസ് ബ്ലൈൻഡിംഗ് എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടോളൂ. നിങ്ങൾ എവിടെ ഉണ്ടോന്ന് എനിക്ക് എങ്ങനെ അറിയും സാർ? 24/7 ഇതേ ബസ് സ്റ്റാൻഡിൽ തന്നെ കാണും. കാശ് തന്നാൽ എന്ത് ജോലിയും ചെയ്യും. നിന്റെ കല്യാണം വരെ നടത്തി തരും. എല്ലായിടത്തും ഇതുപോലുള്ള ആളുകളുണ്ട്.